ഫ്രണ്ട്സ്, ഇന്നൊരു എന്തെന്തും വ്ളോഗാന്ന് പറയാൻ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഞാൻ സുപ്രൻ്റോടെ സ്റ്റേ ചെയ്തപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ, ചിന്ന വീഡിയോ, ഞാനൊരു ഷൂട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിൽ സുപ്രൻ്റെ അമ്മ അഭിനയിക്കുന്നുണ്ട്. സോ നൈറ്റ് ആയപ്പോൾ ഞങ്ങൾ അവിടെ തങ്ങിയത് കേട്ടോ. എടപ്പാളിൽ നിന്ന് പട്ടാമ്പയ്ക്ക് വരുമ്പോൾ നല്ല വൈകിട്ടാണ് ഷൂട്ട് തീർന്നത്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ സ്റ്റേ അടിച്ചു. ഞാൻ രാവിലെ നീറ്റപ്പോൾ അവൻ്റെ വീട്ടിൽ നേരെ ഓപ്പോസിറ്റ് പാടാട്ടോ. അപ്പോൾ അവിടെ നല്ല വ്യൂ ഉണ്ടായിരുന്നു, ഈ മഞ്ഞൊക്കെ മൂടിയപ്പോൾ ഞാൻ വിചാരിച്ചു സൈക്കിൾ എടുത്ത് പോകാമെന്ന്. ഞാൻ ഫസ്റ്റ് ഒരു സൈക്കിൾ എടുത്തപ്പോൾ അവൻ പറഞ്ഞു അതെടുക്കണ്ട മറ്റേതെടുത്തു എന്ന്. അപ്പോൾ ഞാൻ മറ്റേതെടുത്ത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളിപ്പോയിക്ക് ഓടിക്കാൻ പറ്റില്ല എന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ഞാനത് ഓടിച്ച് പാടം വരെ പോയി. ഗായ്സ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഓടിച്ച് പോകാൻ. ഞാൻ കുറേ കാലത്തിന് ശേഷം സൈക്കിൾ എടുക്കണം. എൻ്റെ സൈക്കിള് പറഞ്ഞാൽ പഞ്ചറായി കിടക്കുക. പിന്നെ ഇത് ഓൻ്റെ വീടാണോ? ഇത് ഓൻ്റെ വീടാണ്, നല്ല അടിപൊളി വീടാണ്. പിന്നെ നല്ല തണുപ്പാട്ടോ അവരുടെ വീട്ടിൽ. നമ്മുടെ പാലക്കാട് അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല തണുപ്പായിരുന്നു അവിടെ. പിന്നെ ഈ വീഡിയോ ഞാനല്ല എടുത്തു, ഈ വീഡിയോ കുറേ എടുക്കണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ ഈ വീഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം പറയുന്നത് ഇതാണ്. നല്ല വ്യൂവിൽ നല്ല രസത്തിൽ കാണാൻ. ഞാൻ ബാക്കിൽ ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് വരുമ്പോൾ എൻ്റെ ബാക്കിൽ ആ സണ്ണൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഓനോട് അവിടെ സൈക്കിൾ നിർത്താൻ പറഞ്ഞു. ഒരു കാര്യം കാണിച്ചു തരാൻ പറഞ്ഞിട്ടാണ് ഇനി കൊണ്ടുവന്നത്. എന്താ സംഭവം ഞാൻ ചോദിച്ചു. അപ്പം ഒന്നും മിണ്ടുന്നില്ല. ആ സാധനം കാണാതായപ്പോൾ ഓൻ പറഞ്ഞു എലിയോളനെ ഓൻ്റെ ഏതോ ഒരേട്ടം വന്ന് അവിടെ കൊണ്ടുവന്നിട്ടിട്ട് ചവിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. സത്യമാണോ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പിന്നെ അവിടെ മഞ്ഞുള്ളതുകൊണ്ട് ഈ പുല്ലിനത്തെ വെള്ളമൊക്കെ കാലുമ്മയ്ക്കായിണ്ടായിരുന്നു. പിന്നെ അവിടെ എന്തൊക്കെയോ കുളം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഓൻ പോയിട്ടോ. ഓൻ പോയി മീൻസ് ഓന്ന് തൃശ്ശൂർ പോകണം. ഓൻ്റെ അമ്മയ്ക്ക് ഇന്ന് ഷൂട്ടില്ല. എൻ്റെ അമ്മയ്ക്കും പിന്നെ വേറെ കുറച്ച് പേർക്ക് മാത്രമേ ഷൂട്ടുള്ളൂ. പിന്നെ അമ്മ കുറച്ച് നേരം തലൊക്കെ നോക്കി തന്നു. അപ്പം ഇന്നത്തെ ഇവിടെ എത്രയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്.